ഡെയറി മിൽക്ക് സിൽക്ക് നമ്മുടെ ഡെയറി മിൽക്ക് സിൽക്ക്. അതുപോലെ തന്നെ അടുത്താണ് നമ്മുടെ യെപ്പി നൂഡിൽസിന്റെ യെപ്പിയുടെ ബാക്ക്. അപ്പോൾ മച്ചന്മാരെ ഇത് വെച്ചിട്ടുള്ള ഒരു കോംബോ നമ്മൾ ചെയ്ത് നോക്കാൻ പോകുന്നത്. നൂഡിൽസ് മാത്രമേ ഇതിന് എടുക്കുന്നുള്ളൂ. അതുപോലെ തന്നെ മസാലയ്ക്ക് പകരമായിട്ട് നമ്മൾ ചേർക്കുന്ന നമ്മുടെ ഡെയറി മിൽക്ക് സിൽക്ക് ആണ്. ഒരു പരീക്ഷണം അത്രേ ഉള്ളൂ. മച്ചന്മാരെ ഇപ്പോൾ നമ്മൾ സ്റ്റൗ കത്തിച്ചു, പാൻ വെച്ചു, പാൻ ഒന്ന് ചൂടാവട്ടെ. ചൂടായി വരുമ്പോഴേക്കും നമ്മുടെ വെള്ളം എടുത്ത് നമ്മുടെ പാനിലേക്ക് ഒഴിച്ചേക്കാം. വെള്ളം നമ്മുടെ തിളച്ച് വന്നിട്ടുണ്ട്, പൊട്ടിച്ച് നമ്മൾ ഇടാൻ പോവാണ്. മച്ചന്മാരെ അപ്പോൾ നമ്മുടെ നൂഡിൽസ് വെന്ത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വെന്ത നൂഡിൽസ് നമ്മൾ പ്ലേറ്റിലേക്ക് മാറ്റി വെക്കുകയാണ്. അപ്പോൾ നമ്മുടെ പാൻ നമ്മൾ ചൂടാക്കാൻ വെച്ചേക്കാണ്. ഇതിലേക്ക് നമ്മൾ കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കുകയാണ്. എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ഡെയറി മിൽക്ക് നമുക്ക് ഉരുക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഡെയറി മിൽക്ക് നമ്മുടെ പാക്കറ്റ് തുറന്നെടുത്തേക്കാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇത് നമ്മൾ ഒടിച്ച് പീസാക്കി ഇതിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. നമുക്ക് ഉരുക്കി കിട്ടാനുള്ളതാണ്. ഓക്കെ, കണ്ടോ? അപ്പോൾ നമ്മുടെ നൂഡിൽസ് നമ്മൾ എടുത്തത് നമ്മുടെ ചോക്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ ഇത് ഇളക്കി അങ്ങോട്ട് നമ്മുടെ സാധാ നൂഡിൽസിനെ നമ്മൾ ചോക്ലേറ്റ് നൂഡിൽസ് ആക്കി മാറ്റാൻ പോവാം. ചോക്ലേറ്റ് നൂഡിൽസ് നമ്മൾ ഇതേ പ്ലേറ്റിലേക്ക് പകർന്നു കൊടുക്കുകയാണ്. നമ്മുടെ ചോക്ലേറ്റ് നൂഡിൽസിനെ നമ്മൾ കോംബോ ആയിട്ട് കൊടുക്കുന്നത് നമ്മുടെ തേങ്ങാപ്പീരയാണ്. മച്ചാൻ പറയുമ്പോൾ നമ്മുടെ ചോക്ലേറ്റ് നൂഡിൽസ് നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോവാം. സംഭവം പ്രതീക്ഷിച്ചോലല്ല, പൊളിച്ചിട്ടുണ്ട്.